ഏത് ഓയിലാണ് കുക്കിങ്ങിന് നല്ലത്? വേറൊരു കാര്യം, ഞാൻ പല ഡോക്ടർമാരോടും ചോദിച്ച സ്ഥിതിക്ക് എൻ്റെ അടുത്ത് ഒലീവ് ഓയിലിൽ പപ്പടം പൊരിക്കാനും ഒലീവ് ഓയിലിൽ മീൻ പൊരിക്കാനും സാർ പറയരുത്. അതല്ലാണ്ട് പൊരിക്കുന്നത് തന്നെ മോശമാണ്. ഫസ്റ്റ് ആൻസർ ഇസ് ദാറ്റ്. പക്ഷേ നമ്മൾ പൊരിക്കാനേ പാടില്ല. പൊരിക്കാനും പക്ഷേ അത് നടക്കാൻ പോകുന്നില്ല. ഒലിവ് ഓയിൽ ക്യാൻ ബി യൂസ്ഡ് ഫോർ കുക്കിംഗ്. എന്താ പ്രശ്നം സാർ? പപ്പടം ഒലിവ് ഓയിലിൽ പൊരിച്ചാൽ എങ്ങനെ ഉണ്ടാവും? ഞാൻ ഇതുവരെ കഴിച്ചിട്ടില്ല. ഓക്കെ, അത് ഇത് വളരെ ഒരു കോൺട്രവേഴ്സി എന്ന് പറയാൻ പറ്റില്ല. ബട്ട് ഇറ്റ്സ് ഒരു വേഗമായിട്ടുള്ള നല്ല റിസർച്ച് ചെയ്തൊരു ടോപ്പിക്കാണ് കോക്കനട്ട് ഓയിലും അതിൻ്റെ ഹെൽത്ത് ബെനിഫിറ്റ്സും വേഴ്സസ് ഹാം. അപ്പം കേരളത്തിൽ ബിക്കോസ് നമ്മൾ വി ആർ ഹൈലി എക്സ്പോസ് ടു കോക്കനട്ട് ഓയിൽ ആൻഡ് അതിൻ്റെ ടേസ്റ്റ് കൊണ്ടായിരിക്കും നമുക്ക് ഈ ഒലിവ് ഓയിലിലോട്ട് മാറാൻ വളരെ ബുദ്ധിമുട്ടുണ്ട്. പക്ഷേ കോക്കനട്ട് ഓയിൽ ഈസ് നോട്ട് എ വെരി ഹെൽത്തി ഓയിൽ. സത്യം പറഞ്ഞാൽ അത് ഹെൽത്തി ഓയിലല്ല. ഈ ഹെൽത്തി ഓയിൽ എന്ന് പറയുന്നത് ബേസിക്കലി ഈ ഒലിവ് ഓയിലും റൈസ് ബ്രാൻ ഓയിൽ, ദീസ് ആർ ദ കുറച്ചും കൂടി ഹെൽത്തി ഓയിൽസ്. അപ്പോൾ ഈ ഒലിവ് ഓയിൽ ഹെൽത്തി ആവാൻ കാരണം എന്ന് വെച്ചാൽ ഒലിവ് ഓയിലിൻ്റെ ഒരു സ്പെഷ്യൽ ഇതെന്ന് വെച്ചാൽ ഇറ്റ്സ് ബേസിക്കലി നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത് അത് LDL കൊളസ്ട്രോളിനെ കുറയ്ക്കുക ചെയ്യും, മനസ്സിലായി. ആൻഡ് HDL, അത് ഞാൻ ജസ്റ്റ് ഒരു ജനറിക് ആയിട്ട് ഒരു പറയാണ്, ഇറ്റ്സ് നോട്ട് അപ്പോൾ LDL കൊളസ്ട്രോളിനെ കുറയ്ക്കുകയും ചെയ്യും. HDL നമ്മളെ പ്രൊട്ടക്റ്റ്, ഈ ബാഡ് കൊളസ്ട്രോൾ ആണല്ലോ LDL, ഗുഡ് കൊളസ്ട്രോൾ HDL. ഗുഡ് കൊളസ്ട്രോളിനെ ഇൻക്രീസ് ചെയ്യും, ബാഡ് കൊളസ്ട്രോളിനെ റെഡ്യൂസ് ചെയ്യും. അതാണ് ഒലിവ് ഓയിലിൻ്റെ ഒരു പ്രത്യേകത. ഞാൻ കുറച്ച് റിസ്ക് എടുക്കാം, അങ്ങനെ ഒലിവ് ഓയിലിൽ പൊരിച്ച പപ്പടമൊക്കെ കഴിക്കാൻ. അതാണ് പ്രശ്നം. അതുകൊണ്ടാണ് നമ്മൾ ഉപയോഗിക്കാത്തത്. പക്ഷേ വൺ ഗുഡ് തിങ് എന്ന് വെച്ചാൽ ഈ കോക്കനട്ട് ഓയിലിൻ്റെ ഹെൽത്ത് ഒരു ബെനിഫിറ്റ് എന്ന് വെച്ചാൽ ഇറ്റ് ഓൾസോ reduces the LDL. പക്ഷേ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ അത് HDL-നെ പോലും കുറയ്ക്കും, ഗുഡ് കൊളസ്ട്രോളും അതിൽ കുറയും. അപ്പം അത് ബേസിക്കലി അതിൻ്റെ ബെനിഫിറ്റ് ഇംബാലൻസ് മാത്രമല്ല, ഈ ഗുഡ് കൊളസ്ട്രോൾ കൂടുതലല്ലേ, അപ്പോൾ അത് കുറയാണ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് അതിൻ്റെ ഒരു എന്താ പറയണ്ട അത്ര ബെനിഫിഷ്യൽ ആയിട്ട് നമ്മൾ കരുതാത്ത. പക്ഷേ ഒരു മീഡിയം, ഒരു ലിമിറ്റഡ് എമൗണ്ടിൽ കോക്കനട്ട് ഓയിൽ നമുക്ക് ഉപയോഗിക്കാം. ദർ വിൽ ബി ലോട്ട് ഓഫ് കോൺട്രവേഴ്സി, ദർ വിൽ ബി എല്ലാവരും അതേ അഭിപ്രായക്കാരായിരിക്കില്ല. നമ്മൾ പറയുന്ന ഡിസ്കഷൻ ഇറ്റ്സ് ദ സെയിം തിങ്. ഞാൻ പറയുന്ന പല കാര്യങ്ങളും മറ്റുള്ള ഡോക്ടേഴ്സ് മേ നോട്ട് ബി ഹാവിങ് ദ സെയിം, ഇറ്റ്സ് ദ സെയിം തിങ്. എല്ലാവരും ഒപ്പീനിയൻസ് വേരി. അതെ, ഇപ്പോൾ കോക്കനട്ട് ഓയിലിനെ പറ്റിയും അങ്ങനെയാണ്, എല്ലാവരും ഒരേപോലെ അഭിപ്രായക്കാരായിരിക്കില്ല. ഓക്കെ, സോ ഒലിവ് ഓയിൽ പ്രിഫറബിൾ, even can be used for cooking and taste wise, just for what do you call, just നമ്മളെന്താ പറയാം, ഈ സാലഡിൽ യൂസ് ചെയ്യുന്ന ഡ്രസ്സിങ്ങിൻ്റെ ഭാഗമായി ഉപയോഗിക്കാം. അല്ല, ഈ കോക്കനട്ട് ഓയിലിൽ പൊരിക്കുന്ന ഫിഷിന്റെ സ്മെല്ല്, അതാണ് പ്രശ്നം. ഇതൊക്കെ എങ്ങനെ നമുക്ക് ഒഴിവാക്കാൻ പറ്റും എന്നുള്ളത്. അതുകൊണ്ട് പൊരിക്കരുത്, എയർ ഫ്രൈ ഉണ്ടല്ലോ, അപ്പോൾ എയർ ഫ്രൈ ചെയ്യണം. സത്യം, അതെ. അപ്പം ഒരുവിധം എല്ലാ സ്ഥലത്തും ഇപ്പോൾ എയർ ഫ്രൈ വളരെ കോമൺ ആയിട്ടുണ്ട്. സർ, ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ. അത് ഇപ്പം സാർ ഈ പറഞ്ഞതെല്ലാം കണക്റ്റഡ് ആണ്, പക്ഷേ ഇത് പലപ്പോഴും എൻ്റെ ഫ്രണ്ട്സൊക്കെ എന്നോട് ചോദിച്ചിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻ ഈ ഒരു കാര്യമാണ്. അതായത് ഓക്കെ, ഇപ്പോൾ ഹെറിഡിറ്ററി ഭാഗം ഞാൻ നോക്കുന്നില്ല. അപ്പോൾ സാർ ഇപ്പോൾ പറഞ്ഞപ്പോൾ എനിക്ക് അതിലൊരു അണ്ടർസ്റ്റാൻഡിങ് വന്നിട്ടുണ്ട്. പക്ഷേ എന്നാലും ലെറ്റ്സ് സേ ഞാനൊരു ഡയറ്ററി റിലേറ്റഡ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ. അതായത് എനിക്ക് കൊളസ്ട്രോൾ കൂടുതലായിട്ട് കാണുന്നുണ്ട്, ഇത് കംപ്ലീറ്റ്ലി എനിക്ക് റിവേഴ്സ് ചെയ്യാൻ പറ്റുമോ വിത്തൗട്ട് ടേക്കിംഗ് ഒരു മെഡിക്കേഷൻ എടുക്കാണ്ട്? എനിക്ക് ഇത് എക്സസൈസും ഡയറ്റ് കൺട്രോളും ചെയ്തിട്ട് കംപ്ലീറ്റ്ലി റിവേഴ്സ് ചെയ്യാൻ പറ്റും? വളരെ ഏർലി സ്റ്റേജിലാണെങ്കിൽ, ഞാൻ പറഞ്ഞ പോലെ ഒരു 20-25 30 ഇയേഴ്സിന് മുമ്പാണെങ്കിൽ, ആൻഡ് അത് ബ്ലോക്ക് വളരെ ആ ഒരു 20 30 40 50% അധികം ആവാത്തൊരു ബ്ലോക്ക് എന്ന് വെച്ചാൽ ചെറിയൊരു ബ്ലോക്ക് എന്ന് വെച്ചാൽ ഇറ്റ് കനോട്ട് ബി ടോട്ടലി റിവേഴ്സ്ഡ്, പക്ഷേ അതിൻ്റെ പ്രോഗ്രഷൻ നമുക്ക് തടയാൻ പറ്റും. അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ബേസിക്കലി ഒരു 30% ബ്ലോക്ക് ജീവിതകാലം അത് ഉണ്ടായിരുന്നെങ്കിലും അതിനെക്കൊണ്ട് ബുദ്ധിമുട്ടുണ്ടാവുന്നില്ല. ഇറ്റ് ഷുഡ് നോട്ട് പ്രോഗ്രസ്, അത് പ്രോഗ്രസ് ചെയ്യരുത്, അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ പ്രോഗ്രസ് ചെയ്തില്ലെങ്കിൽ അറ്റ് ദ ഏജ് ഓഫ് 90 30% ബ്ലോക്കായി നിന്നാൽ കുഴപ്പമില്ല. പക്ഷേ നമ്മളെ ഡയറ്റ് കൊണ്ടും നമ്മളെ ഈ ലൈഫ് സ്റ്റൈൽ വേരിയേഷൻ കൊണ്ട് വരുന്നതാണ് ജങ്ക് ഫുഡ് ലൈഫ് സ്റ്റൈൽ. നമ്മൾ ഈ കഴിക്കുന്ന ഫാറ്റി ഫുഡ്സ്, പുറത്തുനിന്ന് ഭക്ഷണം, അതൊക്കെ ജങ്ക് ഫുഡാണല്ലോ. ട്രാൻസ് ഫാറ്റ്സ് വെരി ഹൈ ജങ്ക് ഫുഡിൽ. അപ്പോൾ അതൊക്കെ ഈ കൊളസ്ട്രോൾ ഡെപ്പോസിറ്റിനെ പെട്ടെന്ന് കൂട്ടി കൊണ്ടുവരും. 30% മേ ബി ഒരു 3-4 ഇയേഴ്സിൽ 30% മേ ബിക്കം 80%. അതാണ് ഈ പ്രശ്നം. പക്ഷേ നമ്മൾ നല്ലൊരു ലൈഫ് സ്റ്റൈലും കംപ്ലീറ്റ് അവോയ്ഡൻസ് ഓഫ് ജങ്ക് ഫുഡ് പെർഹാപ്സ്, പിന്നെ നമ്മൾ അത്യാവശ്യം നല്ലൊരു രീതിയിലുള്ള എക്സസൈസ്, ജിമ്മിൽ പോകണമെന്നില്ല, ബട്ട് ഒരു ഡെയിലി എക്സസൈസ്, എയറോബിക് എക്സസൈസ് ഒക്കെ ചെയ്താൽ നമുക്ക് മേ ബി വി ക്യാൻ റെഡ്യൂസ് ഇറ്റ് ബൈ ഈവൻ 5 to 10%. പ്ലസ് നമ്മൾ ഈ കൊളസ്ട്രോൾ മെഡിസിൻസിനെ കൊണ്ടും റിസർച്ച് ഹസ് ഷോൺ ഒരു 5% അല്ലെങ്കിൽ 10% വരെ ബ്ലോക്ക് കുറയ്ക്കാം. എന്ന് വെച്ചാൽ ഒരു 40% ബ്ലോക്ക് 5 വർഷം കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു 30% ആവാം. അങ്ങനെ ഒരു ചെറിയ വേരിയേഷൻസൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. സോ
കംപ്ലീറ്റ് ക്യൂർ ഇതിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല, പക്ഷേ പ്രോഗ്രഷൻ നമ്മൾ സ്ലോ ഡൗൺ ചെയ്യാൻ പറ്റും ഡെഫിനറ്റ്ലി. മനസ്സിലായി സർ. സർ ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ, ഇതും വളരെ കോമൺ ആയിട്ട് പലരും ചോദിച്ചിട്ടുള്ളൊരു ക്വസ്റ്റ്യൻസ് ആണ്. ചെസ്റ്റ് പെയിനും ഗ്യാസിൻ്റെ പെയിനും തമ്മിൽ എങ്ങനെ ഡിഫറൻഷിയേറ്റ് ചെയ്യാം, എങ്ങനെ മനസ്സിലാവും? അതായത് ചെസ്റ്റ് പെയിൻ ആണോ അല്ലെങ്കിൽ ഗ്യാസ് സംബന്ധമായിട്ടുള്ള പെയിൻ? അത് വളരെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. സോ ചെസ്റ്റ് പെയിൻ ഗ്യാസ് ആണോ അല്ലെങ്കിൽ ഹാർട്ട് അറ്റാക്ക് ആണോ എന്ന് 90% പേഷ്യൻസ് വീട്ടിൽ ആദ്യമായിട്ടൊരു പെയിൻ വരുമ്പം ഫസ്റ്റ് നമ്മളെ മനസ്സിൽ വരുന്നത് ഇത് ഗ്യാസ് ആയിരിക്കും. വാട്ട് ഐ ടെൽ ദ പേഷ്യൻ്റ് ഇസ്, ഇത് മുമ്പ് ഇല്ലാത്തൊരു ബുദ്ധിമുട്ട്, നമ്മൾ ഈ ഗ്യാസിൻ്റെ ബുദ്ധിമുട്ട് പല പ്രാവശ്യം നമുക്ക് വന്നിട്ടുണ്ടാവും യൂഷ്വലി. അപ്പോൾ അതേ രീതിയിലുള്ള പെയിൻ ആണെങ്കിൽ ദർ ഇസ് എ ഹൈ ചാൻസ് ഇറ്റ് ഇസ് അസിഡിറ്റീൻ്റെ പെയിൻ ആയിരിക്കും അല്ലെങ്കിൽ ഗ്യാസ് ട്രബിളിൻ്റെ പെയിൻ ആയിരിക്കും എന്ന് വിചാരിക്കാം. പക്ഷെ മുമ്പ് ഇതുവരെ ഇല്ലാത്ത ഒരു പെയിൻ, മുമ്പില്ലാത്ത ഫസ്റ്റ് ടൈം ഇങ്ങനത്തെ ഒരു പെയിൻ നമുക്ക് മുമ്പ് വന്നിട്ടില്ല, അങ്ങനെയുള്ളൊരു ഒരു സിംറ്റം ആണെന്നുണ്ടെങ്കിൽ പിന്നെ അതിൻ്റെ കൂടെ നമ്മൾ ബേസിക്കലി മുമ്പ് പറയുന്ന പോലെ കഴുത്തിലോട്ട് വരികയാണ്, താടിയിലോട്ട് വരികയാണ്, കയ്യിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ആ പെയിൻ്റെ കൂടെ ദെൻ യു ഹാവ് ടു റഷ് ടു ദ ഹോസ്പിറ്റൽ. ഒരു ECG മിനിമം നമ്മൾ പോയി ECG എടുക്കുക. പക്ഷേ ഈ വർഷങ്ങളായിട്ടുള്ള പെയിൻ ആണെങ്കിൽ ദർ ഇസ് എ ഹൈ ചാൻസ് ദാറ്റ് ഇറ്റ് മെ നോട്ട് ബി കാർഡിയക് ആയിരിക്കണം എന്നില്ല. നമ്മൾ വല്ല സാധാരണ മുമ്പ് കഴിച്ചിട്ട് നമുക്ക് ഫലപ്രദമായ മെഡിസിൻസ് വല്ലതും ഉണ്ടെങ്കിൽ നമ്മളത് ട്രൈ ചെയ്യാം. ബട്ട് ന്യൂ പെയിൻ, ഏതെങ്കിലും ഒരു ന്യൂ പെയിൻ വന്നാൽ ആദ്യമായിട്ട് അനുഭവിക്കുന്ന ഒരു വേദനയാണെങ്കിൽ നമ്മൾ ഹോസ്പിറ്റലിൽ